നമ്മുടെ നാട്ടിലെ ജോലിയില്ലാത്ത യുവാക്കൾക്ക് തുച്ഛമായ വേതനം നൽകി സമ്പന്നരായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ വീട്ടിലെ സൗകര്യത്തിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടുന്ന ഫുഡ് ഡെലിവറി ആപ്പുകൾ, ബ്യൂട്ടി ബ്രാൻഡുകൾ, അതുപോലെ തന്നെ ഗ്രോസറി ഡെലിവറി കമ്പനികളൊക്കെയാണ് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ചൈനയിലെ സ്റ്റാർട്ടപ്പുകൾ അവർ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടാക്കുന്നു, സെമി കണ്ടക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, റോബോട്ടിക്സിലും AI-യിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചൈന ഇന്ത്യയേക്കാൾ ബഹുദൂരം മുൻപിലാണ്. നമുക്കൊരു റിയാലിറ്റി ചെക്ക് വേണം എന്ന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. ഈ പ്രസ്താവന മേക്ക് ചെയ്തിട്ടുള്ളത് മറ്റാരുമല്ല, ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ പീയൂഷ് ഗോയലാണ്. സ്റ്റാർട്ടപ്പ് മഹാകുംഭ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് കഴിഞ്ഞ വീക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ആ വീക്കിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന മേക്ക് ചെയ്തത്. We are focused on food delivery apps, turning unemployed youth into cheap labor so the rich can get their meals without moving out of their house. And against that, what does a Chinese startup do? Work on developing electric mobility, battery technologies. And with that, they're today dominating the electric mobility ecosystem. We are very proud of what India has done. But are we the best in the world as yet? Not yet. ചില ആൾക്കാർ അതിനെ ഭയങ്കര ഹാർഷാണെന്ന് പറഞ്ഞു, ചില ആൾക്കാർ അത് സത്യമാണ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ബട്ട് ദെൻ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് ഒരു എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബ്യൂട്ടി ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നതും ഫുഡ് ഡെലിവറി കമ്പനികൾ ഉണ്ടാക്കുന്നതൊക്കെ അത്ര മോശം കാര്യമൊന്നുമല്ല. ബട്ട് ദെൻ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനികളാണ്. ഇന്ത്യ ഒരു സൂപ്പർ പവർ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇത്തരം ബ്രാൻഡുകൾ നമ്മളെ എത്തിക്കില്ല. അപ്പോൾ ചൈന റോബോട്ടിക്സിലേക്കും AI-യിലേക്കും ബാറ്ററികൾ, സെമി കണ്ടക്ടറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡീപ് ടെക് ഇൻഡസ്ട്രികളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോഴും കൺസ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ, അഥവാ ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രം നിലനിന്നുകൊണ്ടുള്ള പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യ ചൈന കമ്പാരിസൺ മുൻപ് നമ്മൾ ചെയ്ത സമയത്തൊക്കെ ഒരുപാട് രാജ്യസ്നേഹികൾ വന്നിട്ട് അന്ധമായിട്ട് തെറി വിളിച്ചൊക്കെ പോയിട്ടുണ്ട്. ടൈറ്റിൽ മാത്രം കാണുന്നു, വീഡിയോയിലേക്ക് പോവാതെ കാര്യങ്ങളുടെ ഡിസ്കഷൻ എന്താണ് എന്നുള്ളത് അറിയാതെ അവർ അത്തരത്തിലെല്ലാം കമൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. നമുക്കൊരു റിയാലിറ്റി ചെക്ക് ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം അക്യുറേറ്റ് ആണ് അത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഡാറ്റ നമ്മളോട് ഈ ഇന്ത്യ ചൈന കമ്പാരിസനെ കുറിച്ച് പറയുന്നത് എന്താണ് അത് നമുക്ക് നോക്കേണ്ടതുണ്ട്. ചൈന എത്രമാത്രം മുൻപിലാണ് എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ഇന്ത്യക്കാരും നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ റിയാലിറ്റി ചെക്ക് ചെയ്യുന്നത് നമ്മൾ അതിലിങ്ങനെ അന്തം വിട്ടിരിക്കാൻ മാത്രമല്ലല്ലോ, നമുക്ക് മുന്നോട്ടുള്ള വഴികൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം. നമ്മുടെ മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് പിന്നിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിന് മുകളിലുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കണം അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് ഈ കണക്കുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. 2023 ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ മൊത്തത്തിൽ റേസ് ചെയ്തിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് $9.6 ബില്യൺ. അതേസമയം ചൈനീസ് സ്റ്റാർട്ടപ്പുകൾ റേസ് ചെയ്തിട്ടുള്ള ഫണ്ട് 45.4 ബില്യൺ ആണ്. ഏകദേശം ഇന്ത്യയുടെ 5 ഇരട്ടിയെങ്കിലും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ തന്നെ ഡീപ് ടെക്കിലേക്ക് വേണ്ടുന്ന ഫണ്ടിങ്, ഡീപ് ടെക് എന്ന് പറയുമ്പോൾ AI, സെമി കണ്ടക്ടർ, EV, ബാറ്ററി, സംതിങ് അങ്ങനത്തെ എല്ലാ കാറ്റഗറിയിലും ഇന്ത്യയുടെ ഫണ്ടിങ് എന്ന് പറയുന്നത് ടോട്ടലി ഇന്ത്യയിലേക്ക് വന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ വെറും 5% അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമാണ്. അതേസമയം ചൈനയിലേക്ക് ഇതേ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഫണ്ടിങ് നിയർലി 35% ആണ്. അതിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നുണ്ട്, ചിപ്പുകൾ വരുന്നുണ്ട്, AI വരുന്നുണ്ട്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ഏറ്റവും അത്യാധുനിക ടെക്നോളജി ആ മേഖലയിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ 35% ആണ്. 5 വേഴ്സസ് 35. അതുപോലെ നമ്പർ ഓഫ് ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ, ഇന്ത്യയിൽ ഏകദേശം 3600 ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെങ്കിൽ ചൈനയിൽ ഇതിൻ്റെ നമ്പർ ഏകദേശം ഡബിളാണ്, 6400ഓളം സ്റ്റാർട്ടപ്പുകളാണ്. എന്നാൽ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കമ്പനികളാണ് എന്നുണ്ടെങ്കിൽ ചൈനയിൽ ഓൾറെഡി ഗ്ലോബലാണ്, ഓൾറെഡി പബ്ലിക് ആയിട്ടുള്ള കമ്പനികളാണ്, ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അന്താരാഷ്ട്ര മാർക്കറ്റിൽ മത്സരിക്കാൻ കഴിയുന്ന കമ്പനികളാണ് ചൈനയിൽ നിന്നുള്ള ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ. ഇനി പേറ്റൻറ്റുകളുടെ കാര്യം എടുത്തു നോക്കാം. ചൈന 2023 ഫയൽ ചെയ്തിട്ടുള്ളത് ഏകദേശം 16 ലക്ഷം പേറ്റൻറ്റുകളാണ്. ഇന്ത്യ അതേ സമയത്ത് ഫയൽ ചെയ്തിട്ടുള്ള പേറ്റൻറ്റുകൾ ഏകദേശം 64,000 എണ്ണമാണ്. അഥവാ ഡിഫറൻസ് ചൈന 25 എണ്ണം ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരെണ്ണമാണ് ഫയൽ ചെയ്യുന്നത്. ഇനി ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ചൈനയുടെ റാങ്ക് 11 ആണ്, ഇന്ത്യയുടെ റാങ്ക് 39 ആണ്. അപ്പോൾ ലോകത്തിലെ 3rd ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമായിട്ടും ഇന്ത്യയുടെ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിലെ റാങ്ക് എന്ന് പറയേണ്ടത് 39 ആണ്. ഇനി ഇതിൽ കുറച്ചും കൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ,
കഴിഞ്ഞ 5 വർഷത്തിൽ ചൈനീസ് സ്റ്റാർട്ടപ്പുകൾ റേസ് ചെയ്തിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് ഡീപ് ടെക് ഫണ്ടിങ് ആ കാറ്റഗറിയിൽ മാത്രം വരുന്നത് $100 ബില്യൺ ആണ് എന്നുണ്ടെങ്കിൽ അതേ പീരീഡിൽ ഇന്ത്യയുടെ ഡീപ് ടെക് ഫണ്ടിങ് എന്ന് പറയുന്നത് ഏകദേശം 10 മുതൽ 12 ബില്യൺ ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇന്ത്യ 10-1 ബിഹൈൻഡ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാവും. ഇനി ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പുകളും ചൈനീസിലെ പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പുകളും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകൾ സൊമാറ്റോ, സ്വിഗ്ഗി, പേടിഎം, അതുപോലെ സെപ്റ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലാർജ്ലി കൺസ്യൂമർ ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിൽ ഇത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ അർബൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള കമ്പനികളാണ്. അതേസമയം ചൈനീസ് സ്റ്റാർട്ടപ്പുകൾ ഏതൊക്കെയാണ് ഇത്ര വലിയ കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് BYD ആണ്, ദെൻ DJI, സെൻസ് ടൈം, ബൈറ്റ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലോബൽ പ്രൊഡക്റ്റ് കമ്പനികളാണ്. ഇവരൊക്കെ ഹാർഡ്വെയർ, AI, ഇലക്ട്രിക് വെഹിക്കിൾസ്, റോബോട്ടിക്സ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനികളാണ്. ഇവൻ ഒരു ബ്ലൂം വെഞ്ചേഴ്സിൻ്റെ ഒരു സ്റ്റഡി റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കൺസ്യൂമർ ഫേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ, 90% ഇന്ത്യക്കാർക്കും ഈ ഇത്തരം പ്രോഡക്റ്റുകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഡിസ്ക്രിഷണറി സ്പെൻഡിങ് എബിലിറ്റി ഇല്ല. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിന് വേണ്ടിയിട്ടല്ല ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓൾറെഡി ഒരു ടൈനി സ്കെയിൽ ഓഫ് ഇന്ത്യൻ ഓഡിയൻസ് ആണ്. അത് തന്നെ അർബൻ സെൻട്രിക് ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ ചൈനയിലെ കമ്പനികൾ ഇൻ്റർനാഷണൽ ഫുട് പ്രിൻറ്റുകളാണ്. ഇപ്പോൾ BYDയുടെ കാറുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ, DJIയുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ഇതുപോലെ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ ചൈനയിലോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കേണ്ടത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ചേരി തിരിഞ്ഞിട്ട് 2 ക്യാമ്പുകളായിട്ട് അദ്ദേഹത്തെ അനുകൂലിച്ച് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് തെറ്റുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള പാളിച്ചകളെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കമൻറ്റ് മേക്ക് ചെയ്യുന്നത് എന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അദ്ദേഹം ശരിയാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുടെ കുറച്ച് കമൻറ്റുകൾ നമുക്ക് ആദ്യം എന്താണെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ഒരു പോപ്പുലർ വ്യക്തി എന്ന് പറയേണ്ടത് ഭവിഷ് അഗർവാളാണ്. ഒലയുടെയൊക്കെ CEO. ഒല സ്കൂട്ടറുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പൂർണ്ണമായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ഡെലിവറി ആപ്പുകളും ബ്യൂട്ടി ബ്രാൻഡുകളുടെ മേലേക്ക് ഫോക്കസ്ഡ് ആണ്. നമുക്ക് ഹാർഡ് ടെക് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, നമുക്ക് ബാറ്ററി ടെക് വേണം, പുതിയ മെറ്റീരിയലുകൾ വേണം, നമുക്ക് റോക്കറ്റുകൾ വേണം എന്നൊക്കെയാണ് ഭവിഷ് അഗർവാൾ പറയുന്നത്. ദെൻ അടുത്തത് ഈ മേഖലയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന VCകളുടെ ഒരു ഒപ്പീനിയൻ പറയാം. അവർ പറയുന്നത് ഏകദേശം ഒരു പ്രധാനപ്പെട്ട VC പറയാണ്, ഒരു മാസം ഏകദേശം 400 സ്റ്റാർട്ടപ്പുകൾ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10 അതിൽ താഴെയോ സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഡീപ് ടെക്കിൽ വരുന്നത്. അപ്പോൾ 400 കമ്പനികൾ വരുന്നുണ്ടെങ്കിൽ അതിൽ 10 മാത്രമേ ഡീപ് ടെക്കിലുള്ളൂ. ഇതൊരു സീരിയസ് ആയിട്ടുള്ള അംബീഷൻ ഗ്യാപ്പാണ്. അപ്പോൾ ഇന്ത്യക്കാർ അങ്ങനെ കാര്യമായിട്ടൊന്നും അംബീഷൻ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുടെ ഒരു അനദർ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഓൾറെഡി നിലവിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും ഇന്ത്യയിൽ അതിൻ്റെ കോപ്പി വരുന്നു, അതിനുവേണ്ടി ഫണ്ടിങ്ങിന് വേണ്ടി ആൾക്കാർ വരുന്നു. പക്ഷേ നമുക്ക് വേണ്ടത് ഒരു അനദർ വേർഷൻ, വെസ്റ്റിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു അനദർ വേർഷൻ അല്ല, ലോകം ഇതുവരേക്കും കണ്ടെത്താത്ത പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ചില ഇൻഡസ്ട്രി വെറ്റീറിയൻസ് ഒക്കെ ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. ഇനി മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും ഫെയർ അല്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം മന്ത്രി ടാർഗറ്റ് ചെയ്ത കുറച്ച് പ്രൊഡക്റ്റ് കമ്പനികളുണ്ടായിരുന്നു. അതിലൊന്നാണ് സെപ്റ്റോ. സെപ്റ്റോയുടെ CEO പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 1.5 ലക്ഷം ജോലികൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1000 കോടിയിലധികം ഒരു വർഷം ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. $1 ബില്യൺ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതല്ലേ ഇന്നോവേഷൻ? പിന്നെ എന്താണ് ഇന്നോവേഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന മറ്റൊരു വ്യക്തിയാണ് അഷ്നീർ ഗ്രോവർ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈനയും വളർന്നത് ഫുഡ് ഡെലിവറി കമ്പനികളൊക്കെ ആയിട്ട് തന്നെയാണ്. ബട്ട് ദെൻ അവർ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മളും അങ്ങനെ ഇവോൾവ് ചെയ്യും, അല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കൊരു കാര്യത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ക്ഷമ വേണം, സമയമെടുക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്. അതുപോലെ അനുപം മിത്തൽ ഉണ്ടല്ലോ, ഷാർക്ക് ടാങ്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പിന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവിലെ ലൈം ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അനുപം മിത്തൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഡീപ് ടെക് ഫൗണ്ടേഴ്സ് ഉണ്ട്. അദ്ദേഹം മീറ്റ് ചെയ്തിട്ടുള്ള ചില ആൾക്കാരിൽ AI-ലും സ്പേസ് ടെക്കിലും മെറ്റീരിയൽ സയൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്. ബട്ട് ദെൻ അവർക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ കിട്ടുന്നില്ല. ഈ കാരണം കൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് കമ്പനികൾ ഉണ്ടാവാത്തത്, അല്ലാണ്ട് ആക്ച്വലി എന്താ പറയുക, അംബീഷൻ ഇല്ലാത്തതുകൊണ്ടല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയേണ്ടത്. ഇനി മോഹൻദാസ് പൈ ഉണ്ട്, എക്സ് ഇൻഫോസിസ് കോഫൗണ്ടേഴ്സിലൊക്കെ ഉള്ള ഒരാൾ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളിൽ ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് നടപടിക്രമങ്ങളാണ്, എന്ത് പോളിസിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഈ ഇങ്ങനത്തെ കമ്പനികളിലേക്കൊക്കെ, പ്രത്യേകിച്ച് ന്യൂ ഏജ് കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഫോറിൻ ഫണ്ടുകളും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇവൻ ഇന്ത്യൻ ഫൗണ്ടേഴ്സിൻ്റെ ഫണ്ടും മറ്റൊക്കെ ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഏഞ്ചൽ ടാക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുകളിലും ടാക്സ് വരുത്തുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയെ
കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ ഫണ്ടുകൾക്ക് നമ്മുടെ VCയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനാരിയോ ഉണ്ട്. അപ്പോൾ ലോകത്ത് ശരിക്കും ഏറ്റവും വലിയ ഫണ്ടുകൾ, വലിയ വലിയ കമ്പനികളിലേക്കൊക്കെ പോകുന്ന ഫണ്ടുകളിൽ പല രാജ്യങ്ങളുടെയും പെൻഷൻ ഫണ്ടുകളൊക്കെ VCയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്. ഈ മോഹൻദാസ് ഭായ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പൊതുവേ ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ആ ഒരു സീരിയസ്നെസ്സിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കുക അല്ലെങ്കിൽ ഏത് പക്ഷത്ത് ചേരുന്നതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിലെ ഫൗണ്ടേഴ്സ് ശരിക്കും ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കൺസ്യൂമർ ഡെലിവറി കമ്പനികൾ ഉണ്ടാക്കുന്നതൊന്നും അങ്ങനെ മോശം കാര്യമൊന്നുമില്ല, ഒക്കെ നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഡീപ് ടെക് പോലെയുള്ള വിഷയങ്ങൾക്ക് ഒരുപാട് സമയം വേണം, ഒരുപാട് പണം വേണം, മാത്രമല്ല ക്ഷമ ഒരുപാട് വേണം. ഇന്ത്യക്ക് നിലവിൽ അത്തരത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റ് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമുക്ക് ഫുഡ് ടെക്കോ മറ്റുള്ള കമ്പനികളൊക്കെ ഉണ്ടാക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാത്രമേ ഇന്ന് ഫണ്ടിങ് കിട്ടുന്നു എന്നുള്ള ഒരു വിരോധാഭാസം ആ മേഖലയിലുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ചൈന എങ്ങനെയാണ് ഒരുപാട് മുൻപോട്ട് പോയത് എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ടൊന്ന് പരിശോധിക്കാം. ചൈനയുടെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. ഒരുപാട് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന കാരണം അവർക്ക് ഒരുപാട് പണമുണ്ട്. പക്ഷേ ഒരു കംപ്ലീറ്റ് ഇക്കോസിസ്റ്റമാണ് അവരുടെ ഈ ടോട്ടൽ പ്രോജക്റ്റുകളെ ഫ്യൂവൽ ചെയ്യുന്നത്. അവർക്കൊരു നാഷണൽ പോളിസി ഉണ്ട്. ഏകദേശം $1.4 ട്രില്യൺ അവരുടെ ടെക്നോളജി ഇൻവെസ്റ്റ്മെൻറ്റുകൾ. ഇത് പ്രധാനമായിട്ടും AI, ഇലക്ട്രിക് വെഹിക്കിൾസ്, ചിപ്പുകൾ, റോബോട്ടിക്കുകൾ, ഈ ഇൻഡസ്ട്രിയെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് $1.4 ട്രില്യൺ ഫണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് നാഷണൽ സെമി കണ്ടക്ടർ ഫണ്ടുകൾ, അത് മാത്രം 29 ബില്യൺ പ്ലസ് ആണ് വരുന്നത്. പിന്നെ അവരുടെ നാട്ടിൽ തന്നെ വലിയ EV മാനുഫാക്ചറിങ്, ബാറ്ററി ഇന്നോവേഷനും AI ഇന്നോവേഷനും ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വളരെ ലിബറൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ് സ്കീമുകൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ഇനീഷ്യേറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഇതിന് പ്രോപ്പറായിട്ടുള്ള ഇൻസെൻറ്റിവൈസേഷനോ അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള സ്കെയിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 10,000 കോടി രൂപയൊക്കെയാണ് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ഫണ്ടുകൾ. മിനിമം 1 ലക്ഷം കോടി രൂപയെങ്കിലും വേണ്ട സ്ഥാനത്താണ് ഈ 10,000 കോടി കൊടുക്കുന്നത്. 10,000 കോടി എന്ന് പറയുമ്പോൾ 150 കോടി ജനങ്ങൾക്ക് വളരെ ചെറിയ ഫണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഈ ഒരു സ്കെയിൽ ഓഫ് ആക്ടിവിറ്റികൾക്ക് ഇത് വളരെ ചെറിയ ഫണ്ടാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ടിങ് വരുന്ന രീതിയാണ്. ഒന്ന് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് VCകളും ചൈനയിൽ ഒരു മേജർ പ്ലെയർ ആണെന്ന് പറയാം. ഇപ്പോൾ ഇന്ത്യയിലെ മേജർ കമ്പനികൾ ഫണ്ടിങ് ചെയ്യാൻ കഴിയുന്ന TCSO, ഇൻഫോസിസോ പോലെയുള്ള കമ്പനികളൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യ ഇങ്ക് എന്ന് പറയേണ്ട റിലയൻസും അങ്ങനത്തെ എല്ലാ കമ്പനികളും നമ്മൾ നോക്കാം. ഡീപ്പ് പോക്കറ്റുകളുള്ള ഇന്ത്യയുടെ കമ്പനികൾ ഇവർ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ ഡൂയിങ് ഇറ്റ്, ബട്ട് ദെൻ ആവശ്യത്തിന് ചെയ്യുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വളരെ ലിമിറ്റഡ് ഡൊമസ്റ്റിക് ക്യാപിറ്റലേ ഉള്ളൂ. വരുന്ന അധിക VCയും ഫോറിനാണ്. ലോക്കൽ ബാങ്കുകൾ സ്റ്റാർട്ടപ്പുകളെ ഫണ്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഒരു റിയാലിറ്റി ഇന്ത്യയിലുണ്ട്. ഈ ഇന്ത്യയിൽ മറ്റൊരു പ്രധാന പ്രശ്നം റെഗുലേറ്ററി കെയോസ് ആണ്. എന്ന് വെച്ചാൽ ക്രിപ്റ്റോക്ക് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ പോളിസി എന്താണെന്നുള്ളത് അറിയില്ല. ക്രിപ്റ്റോക്ക് ടാക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ബാൻ ചെയ്യോ ലീഗലാക്കോ എന്നുള്ളതിനെ കുറിച്ച് ഇന്ത്യ ഇപ്പോഴും ഒരു നിലപാടെടുത്തിട്ടില്ല. പോളിസി കാര്യങ്ങളിൽ ഇന്ത്യക്ക് അതാത് സമയങ്ങളിൽ ഓരോ മാറ്റം ഉണ്ടാവാറുണ്ട്. ഫണ്ടിങ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ഏഞ്ചൽ ടാക്സ് പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവിടെയും ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഒരുപാട് ബ്യൂറോക്രാറ്റിക് ആണ് ഇന്ത്യ. ഇത് ഒരു വലിയ പ്രശ്നമാണ് എന്നുള്ളതുണ്ട്. ഇനി അടുത്തത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യക്കകത്തുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ചൈനയിൽ വലിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർക്കുകളുണ്ട്. യൂണിവേഴ്സിറ്റികൾ ഡീപ് ടെക്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാബിൽ നിന്നും മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന പൈപ്പ് ലൈൻ ചൈനീസ് ഗവൺമെൻറ് ക്ലോസ്ലി വാച്ച് ചെയ്തിട്ട് അത് നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ അക്കാഡമിക് റിസർച്ചും അതുപോലെ തന്നെ ഡീപ് ടെക് റിയൽ മാർക്കറ്റ് സിനാരിയോകളും വലിയ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ IIT പോലെയുള്ള ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഇത്തരം റിസർച്ചുകളും മറ്റൊക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇന്ത്യ പോലത്തെ ഇത്രയും വലിയൊരു രാജ്യത്ത് ഏതാനും ചില IITകളിൽ മാത്രം ഇത്തരം റിസർച്ചുകൾ നടന്നാൽ പോരാ. വളരെ കുറച്ച് PhD തീസിസുകൾ മാത്രമേ ഇന്ത്യയിൽ ഈ കാറ്റഗറിയിൽ വരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയേണ്ടത് ചൈനയുടെ ഇതൊരു ഗ്ലോബൽ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ ആണ്. ചൈനയിലുള്ള സ്റ്റാർട്ടപ്പുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ടിക്ടോക്ക്, ഷെയ്ൻ, അലിബാബ പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും അവർ ഇൻ്റർനാഷണൽ മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇൻ്റർനാഷണലി കോമ്പീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കമ്പനികളാണ്. അതേസമയം ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ സൊമാറ്റോ, സെപ്റ്റോ പോലെയുള്ള ഏത് കമ്പനികൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു അർബൻ ഓഡിയൻസിന്, ഇന്ത്യയിലെ അർബൻ ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു 10 കോടി മുതൽ 20 കോടി സൈസുള്ള ഒരു മാർക്കറ്റാണ്. അല്ലെങ്കിൽ ആ സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ള അർബൻ ഓഡിയൻസ് അത്ര മാത്രമേ ഉള്ളൂ. 150 കോടി ഇന്ത്യക്കാരിൽ എല്ലാവരും ഇവരുടെ മാർക്കറ്റല്ല. അപ്പോൾ അധിക കൺസ്യൂമർ ഫേസിങ് ആപ്പുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർബൻ എലീറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. വലിയൊരു ശതമാനം ഇന്ത്യക്കാരും ഇതിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൈനയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം എയ്ഡ് ചെയ്തിട്ടുള്ളത് ഒരു പരിധി വരേക്കും ചൈനയുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മോഡലുകളും അതുപോലെ തന്നെ ടോപ്പ് ഡൗൺ എക്സിക്യൂഷനും, ചൈനയിൽ ഡെമോക്രസി ഇല്ല, ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ ഒരു പരിധി വരേക്കും ഡെമോക്രസിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് സ്ലോവർ പോളിസി ആക്ഷൻ അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് ഡിലേ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്.
എടുക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ പല കമ്പനികൾക്കും ഇവൻ ഒരു പ്രോജക്റ്റ് അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഇന്ത്യ ഒരുപാട് പിറകിലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ചൈനയിൽ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇന്ത്യയുടെ യഥാർത്ഥ സ്ട്രെങ്ത്തുകളും ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്താലാണ് ഇനി മുൻപോട്ട് വരാൻ കഴിയുക എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് മുന്നോട്ട് കുറച്ച് പോയിന്റുകൾ കൂടെ നോക്കാം. നമ്മൾ ആധാർ പോലെ UPI പോലെയുള്ള വേൾഡ് ക്ലാസ് ആയിട്ടുള്ള പബ്ലിക് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ ക്രിയേറ്റ് ചെയ്ത് ലോകത്തെ നെട്ടിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അത് ഒരു വലിയ കേപ്പബിലിറ്റി തന്നെയാണ്. ബട്ട് ദെൻ അത് മാത്രം പോരാ എന്നുള്ളതാണ് ആക്ച്വലി നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയേണ്ടത്. ഇപ്പോൾ ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളിൽ, സ്പേസ് ടെക്കിൽ, അതുപോലെ തന്നെ EV ഡിഫൻസിൽ, അതുപോലെ ക്ലീൻ എനർജിയിലൊക്കെ ഒരുപാട് ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പുകൾ, ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ ഫ്രഷ് വർക്ക്സ്, സോഹോ പോലെയുള്ള ഇൻ്റർനാഷണൽ SaaS മാർക്കറ്റിൽ ആ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ കഴിയുന്ന കമ്പനികൾ ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രോമിസിംഗ് ആയിട്ട് ഇന്ത്യക്ക് കഴിയും എന്നുള്ളതിൻ്റെ പ്രൂഫാണ് എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വർഷങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത് ഒന്ന് ഇന്ത്യയിൽ ഡീപ് ടെക്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട്. നമ്മളിപ്പോൾ ഹൈവേ ഒക്കെ വരുന്നതിന് നമ്മൾ ഒരുപാട് സംഭവമായിട്ട് ഒക്കെ പറയുന്നുണ്ടല്ലോ. നല്ല കാര്യമാണ്, കാരണം നമുക്ക് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഈ മൊബിലിറ്റിയുടെ വേഗത ഒരു രാജ്യത്തിൻ്റെ ടോട്ടൽ പ്രോഗ്രസിൻ്റെ വേഗത എന്തായാലും ബാധിക്കും എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ദേശീയ ആന്തരിക ഘടനയുടെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡീപ് ടെക് വേണം. ഇതിൽ പബ്ലിക് പ്രൈവറ്റ് ക്യാപിറ്റലെങ്കിലും വേണം. ഏകദേശം ഒരു 50 മുതൽ 100 ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഈ മേഖലയിൽ ഇനി വരുന്ന അടുത്ത 5 മുതൽ 10 വർഷക്കാലത്തേക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് ഫണ്ടിങ് പൈപ്പ് ലൈനിൽ നേരത്തെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞില്ലേ. ഇപ്പോൾ ഡൊമസ്റ്റിക് പെൻഷൻ ഫണ്ടുകൾ, ഇൻഷുറൻസ് ഫണ്ടുകൾ, ഇവർക്കൊന്നും VCയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിലവിൽ പെർമിഷൻസ് ഇല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് പെർമിഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഫണ്ടിങ് പൈപ്പ് ലൈനിലുള്ള പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം. പിന്നെ അക്കാഡമിക് റിസർച്ച്. ഇപ്പോൾ അക്കാഡമിക് റിസർച്ച് ഇന്ത്യയിലൊരു ശോകമാണ്. ഇന്ത്യയിലുണ്ടാകുന്ന PhD തീസീസുകളുടെ കാര്യമൊക്കെ നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ റിയാലിറ്റിയുമായിട്ട് മാർക്കറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഐഡിയാസിന് കൂടുതൽ പ്രൊമോഷൻസ് കൊടുക്കണം. അതുപോലെ തന്നെ PhD ഉള്ള ഫൗണ്ടേഴ്സിന് കൂടുതൽ ഫണ്ട് കൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി PhD എടുക്കുന്നതിനൊരു ഇൻസെൻറ്റീവ് ഉണ്ടാവും. നല്ല ഡീപ് ടെക്കിലൊക്കെ ഒരുപാട് PhD ഒക്കെ ചെയ്യാൻ കഴിയുന്ന പൊട്ടൻഷ്യലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതിന് പ്രോപ്പർ മാർക്കറ്റ് ഇൻസെൻറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ആ മേഖലയിലേക്ക് ആൾക്കാർ വരാത്തത്. നല്ല ഇൻസെൻറ്റീവ് സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാബിൽ നിന്നും മാർക്കറ്റിലേക്ക് എത്താൻ കഴിയുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പ് ആശയങ്ങൾ, പ്രത്യേകിച്ച് ഡീപ് ടെക്കിൽ, അതായത് ലോകത്ത് മറ്റാരെങ്കിലും കണ്ടെത്തിയിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഡെലിവറി കമ്പനികൾ ഉണ്ടാക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഡിസ്കവറി കമ്പനികൾ ഉണ്ടാക്കുക. അതായത് ഒരുപാട് പുതിയ സംഭവങ്ങളൊക്കെ ഡിസ്കവർ ചെയ്യാൻ കഴിയുന്ന, ഇന്നോവേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഇൻവെൻറ്റ് ചെയ്യാൻ കഴിയുന്ന സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ നിന്നുണ്ടാവണം. ഇന്ത്യയിൽ IP-യും പേറ്റൻറ്റുകളൊക്കെ പ്രോസസ്സ് ചെയ്യാമെന്ന് പറയും. ഇപ്പോൾ ഡീപ് ടെക്കിലൊക്കെ ഒരാൾക്ക് ഒരു പെർമിഷനും മറ്റൊക്കെ കിട്ടണമെങ്കിൽ, പാറ്റൻറ്റ് കിട്ടണമെങ്കിൽ ഏകദേശം 2 വർഷമെങ്കിലൊക്കെ എടുക്കുന്ന സംഭവമാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ ഒരു പൈപ്പ് ലൈനിനെ ഒരുപാട് ഫാസ്റ്റ് ആക്കാൻ വേണ്ടുന്ന IP പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയുന്നത് വളരെ ഫാസ്റ്റ് ആക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനുള്ള പ്രോപ്പർ ഇൻസെൻറ്റീവ്സ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സ്, കേപ്പബിലിറ്റി സെൻറ്റേഴ്സ് ഇന്ത്യക്കകത്ത് ഉണ്ടാവണം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്തുള്ള ശാസ്ത്രജ്ഞന്മാരെയും സംരംഭകരെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണം. നമുക്കിപ്പോഴും ഒരു സെലിബ്രിറ്റി കൾച്ചർ ഉണ്ട്. ബട്ട് ദെൻ ആ ഒരു സെലിബ്രേഷൻ അധിക സമയവും സിനിമക്കാരെയാണ്. സിനിമ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക സിനിമകൾ, ഇപ്പോൾ ഒരുപാട് മെസ്സേജ് കൊടുക്കുന്ന സിനിമകളുണ്ട്. പക്ഷെ അധിക സമയവും സിനിമ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് കൊടുത്തിട്ട് ആൾക്കാരെ റിയാലിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുക. അപ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. ഓക്കെ, നമ്മൾ പോയി സിനിമ കാണുന്നു, അപ്പോൾ ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ നമ്മൾ പോയി സിനിമ കാണുന്നു. അപ്പോൾ സെലിബ്രിറ്റികളെ നമ്മൾ ആരാധിക്കുന്ന ഓട്ടോമാറ്റിക്കലി എന്താണ്, റിയാലിറ്റിയിൽ നമ്മൾ ഡിസ്കണക്റ്റഡ് ആവുകയാണ്. പലപ്പോഴും ആവശ്യമില്ലാത്ത ചർച്ചകളിൽ മുഴുകിയിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയം, അറ്റൻഷൻ സ്പാന് വെറുതെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് മുൻപ് ഞാനിങ്ങനെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ട്. അതൊരു എക്സാക്റ്റ് ഫിഗർ അല്ല, ബട്ട് ദെൻ ഇങ്ങനെയായിരുന്നു തോന്നുന്നു. 2024 ഏകദേശം 1500 കോടി ഹവേഴ്സോ മറ്റൊക്കെ ഈ ഇന്ത്യക്കാർ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്തിട്ട് ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ കസ്റ്റമർ കെയറിലൊക്കെ വിളിക്കലേ 5 റുപ്യ 10 റുപ്യൊക്കെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് അവർ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അവരോട് പറയും, എൻ്റെ സീനിയറിനേക്ക് കൊടുക്കടാ, അത് കൊടുക്കടാ, ഇത് കൊടുക്കടാ എന്നൊക്കെ പറയും. 2-3 മണിക്കൂറൊക്കെ നമ്മൾ ഇടപെട്ടിട്ട് പലപ്പോഴും ചിലപ്പോൾ 5 റുപ്യൊക്കെ നേടിയെടുക്കും. എന്നിട്ട് നമ്മൾ ഒരു ആശ്വാസം എന്നുള്ള രീതിയിലിരിക്കും. ബട്ട് ദെൻ പലപ്പോഴും ഈ സംഭവത്തിൽ ശരിക്കും എന്താ സംഭവിക്കേണ്ടതെന്ന് അറിയോ? ആ ചിലവഴിച്ച 2-3 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ 10 റുപ്യ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഓനൊരു പാഠം പഠിപ്പിച്ചു എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഇപ്പുറത്തെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ 3 മണിക്കൂറിൻ്റെ വാല്യൂ എന്ന് പറയേണ്ടത് ആ 10 റുപ്യാണ്. അപ്പോൾ അതൊരു ചിന്തയാണ്. അതായത് ഇതിപ്പോൾ എല്ലാവർക്കും അപ്ലിക്കബിൾ ഒന്നും ആവണമെന്നില്ല. ഒരുപക്ഷെ നമ്മൾ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ചില ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയാൽ മാത്രമാണ് നമ്മൾ എന്ത് കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ പീയൂഷ് ഗോയൽ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് റിയാലിറ്റി ഉണ്ട്. നമ്മളതിൽ
അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് ഒഫൻഡഡ് ആയിട്ടിരിക്കുക. ഇനി അതല്ല, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് ഒഫൻഡഡ് ആയിട്ടിരിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകണമെന്നുണ്ടെങ്കിലോ, ഇന്ത്യ ഒരുപാട് മുൻപോട്ട് വരണമെന്നുണ്ടെങ്കിലോ, നമുക്ക് സെമി കണ്ടക്ടറുകളിൽ, AI മോഡലുകളിൽ, ക്വാണ്ടം ചിപ്പുകളിൽ, ക്ലൈമറ്റ് ടെക്നോളജി, ബാറ്ററി ടെക്നോളജി, ഇങ്ങനത്തെ മേഖലയിലേക്ക് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം. ഈ മേഖലയിലൊക്കെ നല്ല സ്റ്റാർട്ടപ്പുകൾ വരണം. അടുത്ത ടെസ്ലയോ അല്ലെങ്കിൽ AI-ലൊക്കെ വർക്ക് ചെയ്യുന്ന ഡീപ് മൈൻഡ് പോലെയുള്ള കമ്പനികളൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ ഈ മേഖലയിലുള്ള നിക്ഷേപവും ഈ മേഖലയിലുള്ള പ്രോപ്പർ ഇൻസെൻറ്റീവ് സ്ട്രക്ചറുകളിലും ഈ മേഖലയിലുള്ള പ്രോപ്പർ സെലിബ്രേഷൻസിലൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ വിഷനോ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. മറ്റേത് നമ്മൾ എല്ലാ കാലവും ഇന്ത്യയും ചൈനയും കമ്പയർ ചെയ്തിട്ടിരിക്കും. കണ്ണടച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളാണ് സംഭവം എന്ന് പറയാം. പക്ഷേ റിയാലിറ്റിയും ഡാറ്റയും പറയുന്നത് മറിച്ചാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം.